പൂവാകയിൽ നാം പൂമേട തീർക്കും പൂങ്കാറ്റിനുള്ളിൽ പൂച്ചോടി നിൽക്കും. പൂവാകയിൽ നാം പൂമേട തീർക്കും. ഉണരും പുതുവെയിലിൻ പുലരിക്കൂടിൽ പടരും നറുമലരിൻ ഇതളിൻ ചൂടിൽ പറന്നിറങ്ങും ഇണക്കിളി നിൻ കുരുന്നു തൂവൽ പുതപ്പിനുള്ളിൽ. മമ്മൂക്ക അതേപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ മലയാള സിനിമയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ രണ്ട് വ്യക്തികളുടെ പേര് മാത്രമാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ഒരുപാട് നടന്മാർ വന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും മമ്മൂക്ക ലാലേട്ടൻ ഈ രണ്ട് പേരുടെ ഫാൻസ് ഫൈറ്റ് അല്ലെങ്കിൽ ഈ രണ്ട് വ്യക്തികളാണ് മലയാള സിനിമയുടെ നെടുന്തൂണ് ഇതുവരെ. അപ്പോൾ ഇവരുടെ കാലശേഷം അല്ലെങ്കിൽ വരും തലമുറയിൽ ആര് എന്നുള്ളതിന് ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ മമ്മൂക്കയും ലാലേട്ടനും അഭിനയിച്ച സിനിമകൾ ഈ രണ്ട് വ്യക്തികൾക്കും അവൻ്റേതായ കഴിവുകളുണ്ട്. ലാലേട്ടനായിക്കോട്ടെ മമ്മൂക്ക ആയിക്കോട്ടെ, ഇപ്പോൾ ലാലേട്ടൻ അഭിനയിക്കുന്ന സിനിമകൾ മമ്മൂക്കയ്ക്ക് അഭിനയിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മമ്മൂക്ക അഭിനയിക്കുന്ന സിനിമകൾക്ക് ലാലേട്ടൻ അഭിനയിക്കാൻ രണ്ടുപേരും അവരവരുടെ കഴിവുകൾ തെളിയിച്ച നടന്മാരാണ്. ഈ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു സ്റ്റേജിൽ ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹ ചുംബനം നടത്തുന്ന ഒരു വീഡിയോ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി. അതായത് മമ്മൂക്ക അതുപോലെ ലാലേട്ടൻ ഈ രണ്ട് വ്യക്തികളും മലയാള സിനിമയുടെ സ്വന്തം അഹങ്കാരങ്ങളാണ്. മമ്മൂക്ക ആയിക്കോട്ടെ ലാലേട്ടൻ ആയിക്കോട്ടെ, ഈ രണ്ട് വ്യക്തികളും ഇവരുടെ സിനിമകൾ കൊണ്ട് മലയാള സിനിമ കാണുന്ന പ്രേക്ഷകരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കൊണ്ടും മലയാള സിനിമയെ ഇവർ ടോപ്പ് ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു നടൻ ഇനി വരും കാലങ്ങളിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യം ഇതുവരെ ഇല്ല. മമ്മൂക്ക ലാലേട്ടൻ ഈ ഒരു കോംബോ വരും തലമുറയിൽ ഇതുവരെ വന്നിട്ടില്ല. ഇനി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം ഇല്ല എന്നുള്ളതാണ്. എന്തായാലും വരട്ടെ. ഇപ്പോൾ മമ്മൂക്ക അതേപോലെ തന്നെ ലാലേട്ടൻ എന്ന് പറയുന്നത് മലയാള സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമയുടെ സ്വന്തം അഹങ്കാരമാണ്. തട്ടിമാറ്റി പോലെ ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. മോഹൻലാലിൻ്റെ 360ാമത്തെ മലയാള ചിത്രം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിനിമ എന്തൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. ഓക്കെ, വരുന്നോ എന്റെ ഇവിടെ? ലാലേട്ടൻ്റെ 360ാമത്തെ ചിത്രം എന്നാണ് ഇതിനൊരു പേര്. ഒഫീഷ്യലായി പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പൂജാ കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് വീഡിയോ പുറത്ത് വന്നിട്ടുള്ളതാണ്. തരുൺ മൂർത്തി എന്ന ഡയറക്ടറാണ് ഈ ഒരു മൂവി സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള സിനിമകളാണ് ഓപ്പറേഷൻ ജാവ, അതേപോലെ തന്നെ സൗദി വള്ളക്ക. ഈ രണ്ട് സിനിമകളും അത്യാവശ്യം നല്ല സിനിമകളാണ്. ഇത് കണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കഴിവുള്ള ഡയറക്ടർ തന്നെയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവ് പറയുന്നത് അദ്ദേഹം പുതുമുഖ സംവിധായകന്മാർക്ക് അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു എന്താ പറയുക മറുപടിയായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ ലാലേട്ടൻ്റെ വരുന്നത്. പിന്നെ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 20 വർഷങ്ങൾക്ക് ശേഷമാണ് ലാലേട്ടനും അതേപോലെ തന്നെ നമ്മുടെ ശോഭനയും ഒന്നിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. ഒരുപാട് വർഷങ്ങളായി ഈ രണ്ടുപേരും ഒന്നിച്ച ഒരു സിനിമയിൽ കണ്ടിട്ട്. അപ്പോൾ എന്ത് മാജിക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് ഈ സിനിമ പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എന്നൊരു മൂഡിലാണ് ഈ ഒരു സിനിമ ഒരുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സിനിമയായി മാറാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് ലാലേട്ടൻ്റെ 360ാമത്തെ ചിത്രം. ഓക്കെ.